മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും വരാത്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു കുട്ടിയോട് ഒരു സംഘപരിവാർ വേട്ടാവളിയൻ ചോദിക്കുകയാണ്, നീ പാകിസ്ഥാനിയാണോന്നും. ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടിയോട് ഈ സംഘി പൊട്ടൻ, ഈ സംഘി മരവാണം വന്നിട്ട് ചോദിക്കുകയാണ്, നീ പാകിസ്ഥാനിയാണോന്നും. ആ കുട്ടി കൊടുക്കുന്ന മറുപടി കേട്ടപ്പോഴല്ലോ ഇവൻ കണ്ടം വഴി ഇറങ്ങി ഓടേണ്ട ഒരു അവസ്ഥയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിൽ ഒരുത്തൻ്റെ പേര് പോലും പറയാനില്ലാത്ത ഈ മരവാണങ്ങൾ 15 വർഷമായിട്ട് ഈ രാജ്യം ഭരിച്ചിട്ട് എന്തൊലക്കെയാണ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. നമ്മുടെ കേരളത്തിൽ ശബരിമലയിൽ അയ്യപ്പൻ്റെ തിരുവാഭരണവും അവിടുത്തെ സ്വർണ്ണങ്ങളൊക്കെ കടത്തിക്കൊണ്ട് പോയപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ കിടന്നുകൊണ്ട് കുരച്ച സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ ഈ വിശകല RV ബാബു, അതുപോലെ ചില ചാണകങ്ങളുണ്ടല്ലോ, ഇവരൊന്നും ഉണർന്നിട്ടില്ല. ഇവരെല്ലാം ഇപ്പോഴും ഉറക്കവാ. കാരണം എന്താണ്? ഇത് ചെയ്തത് സംഘപരിവാറാ, പ്രസ്ഥാനത്തിലുള്ളവന്മാരാ. അയോധ്യയിൽ നിന്ന് 60 കിലോ വെള്ളിയും 200 കോടിയുടെയും തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയിൽ നമ്മുടെ RB ബാബുവിന് നമ്മുടെ ഒരു സഹോദരൻ കണ്ടം വഴി ഓടിക്കുന്ന ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ ഈ കുട്ടിയോട് ഈ സംഘപരിവാർ ചെറ്റ ചോദിക്കുന്ന ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം. ഈ രാജ്യം കട്ടുമുടിച്ച് 100 വർഷം ഭരിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വിഘടിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ഈ രാജ്യത്ത് വർഗീയതയുടെ വിത്ത് പാകിയ ബ്രിട്ടീഷ് നായ്ക്കളോട് ദയയും കാണിക്കാത്ത നമ്മുടെയൊക്കെ പൂർവികന്മാർ, അവർ ഈ രാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടി നമുക്ക് മേടിച്ചു തന്ന സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്. സംഘികൾക്ക് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ രാജ്യം കട്ടുമുടിച്ച് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ അപമാനിക്കുന്ന ഈ വൃത്തികെട്ട സംഘിക്കൂട്ടങ്ങളെ നിലക്ക് നിർത്താത്തടത്തോളം നമ്മുടെ രാജ്യത്തിന് ഒരു പുരോഗതി ഉണ്ടാകത്തില്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സുഖസുന്ദരമായിട്ട് ജീവിക്കാമെന്ന് പോലും നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ബാലൻ കൊടുക്കുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടതിന് ശേഷം നമ്മുടെ RV വിശ്വബാബുവിനെ എടുത്തിട്ട് പൊരിക്കുന്നത് കൂടെ നമുക്കൊന്ന് കാണാം. मेरे दादा इंडियन आर्मी में थे, आपको पता है, सूबेदार थे वो। गलत है ये, गलत है। ये लोग बोल रहे हैं कि हम पाकिस्तानी इधर बम लगाने को है, बिकॉज ये जो घर है वो पुलिस स्टेशन का है। हाँ, ये मुसलमानों का है, पाकिस्तानी है। वो पाकिस्तानी बोल रहा मेरे को, वो जा रहा है वो वाला पाकिस्तानी नहीं बोल रहा। आई एम इंडियन, आई एम इंडियन। पुलिस कुछ नहीं कर रही, पुलिस कुछ भी नहीं कर रही, यहाँ पे पुलिस कुछ भी नहीं कर रही, पुलिस के हाथ में कुछ भी नहीं है। जो जिधर कम लोग हैं उधर पुलिस को दबाने को देख रहा। पुलिस राइट है, रॉन्ग है, इससे कुछ भी इन्वॉल्वमेंट नहीं है। पुलिस के सामने कर रहे हैं वो सब। पुलिस के सामने एक लेडी के ऊपर आ रहे, लेडीज के ऊपर पुलिस के सामने लेडीज के ऊपर आ रहे। हाँ, पाकिस्तान बोल रहा है। നിങ്ങൾ കേട്ടല്ലോ അല്ലേ, ഒരു സംഖ്യയുടെ മിനിമം ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഒരു പയ്യന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പാകിസ്ഥാനിയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ പയ്യൻ കൊടുത്ത മറുപടി കേട്ടാ. പുള്ളിയുടെ ദാദ, അതായത് വല്യാപ്പ, ഉപ്പുപ്പ അല്ലെങ്കിൽ വല്യച്ഛൻ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്ത വ്യക്തിയാ. ഐ ആം എ ഇന്ത്യൻ എന്ന് പ്രൗഡായിട്ട് ആ പയ്യൻ ആ സംഖ്യയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന്റെ രക്തത്തിന്റെ ഗുണമാണ്, അവന്റെ പൂർവികരുടെ രക്തത്തിന്റെ ഗുണമാണ് ആ കാണിച്ചത്. ഇതുപോലെ വരുന്ന സംഖ്യകളെ പേടിച്ചോടാതെ ചങ്കൂറ്റത്തോടുകൂടി നേരിടാനായിട്ടുള്ളൊരു കെൽപ്പ് നമ്മുടെ പൂർവികന്മാർ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ കൂട്ടമായിട്ട് ഈ പന്നികൾ വന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആക്രമിക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ ഒരു പക്ഷേ സാധിച്ചില്ല എന്ന് വരും. എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ അറിയിക്കണം. സംഖ്യകൾ നമ്മുടെ രാജ്യത്തിന് അപമാനവും നാണക്കേടും ആണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ അയോധ്യയിൽ നടന്നിരിക്കുന്ന ഈ കൊള്ള. 60 കിലോ വെള്ളിയും അതുപോലെ 200 കോടിയുടെ തട്ടിപ്പും. ഇപ്പം സ്വർണം കട്ടവൻ ആരപ്പ എന്നുള്ള പാട്ടൊന്നും പാടിക്കൊണ്ട് ഇവിടുത്തെ സംഖ്യകൾ വരുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ RSSകാരായതുകൊണ്ട് ഇവന്മാരും മുന്നോട്ട് വരത്തില്ല. ഇനി നമ്മുടെ ശങ്കി ചേട്ടനെ എടുത്തിട്ട് വലിച്ചു കീറുന്ന ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടോളൂ. എനിക്കുള്ള പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, ഈ രാമശങ്കർ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവർക്ക് ഇതുവരെയും പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല. പുറത്താക്കാൻ എന്തുകൊണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞില്ല, ചമ്പത്രായ് എന്ന് പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാരിൽ ഒരാളാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? ഇപ്പോൾ തന്നെ സന്യാസിമാർ, ഇപ്പോൾ ശങ്കരാചാര്യ പീഠവുമായി അടക്കമുള്ള സന്യാസിമാർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവരുന്നൊരു വാർത്തയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. അവർ പറയുന്നത് സുപ്രീം കോടതി
സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇതിന്റെ മുഴുവൻ ചുമതല അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ അങ്ങോട്ട് ഞാൻ പേര് പറഞ്ഞത് ഏത് അന്വേഷണ സമിതിയാ? ഏത് അന്വേഷണ സമിതിയാണ്? ഞാൻ പറഞ്ഞോട്ടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ ശ്രീ രാവി ബാബു, അങ്ങ് അസ്വസ്ഥനാകല്ലേ? ഞാൻ പറയുമ്പോൾ അങ്ങ് കേൾക്കുന്നുള്ളൂ. ഞാൻ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അങ്ങ് ചോദിക്കും അല്ലെ എന്റെ ഞാൻ പറയുന്ന സമയത്ത് എന്നെ തടസ്സപ്പെടുത്താതിരിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇതിനകത്ത് സുപ്രീം കോടതി കേട്ടോ അസിത, ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം സുപ്രീം കോടതി പറഞ്ഞത് ഇത് നല്ല ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് ഈ ട്രസ്റ്റിനെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചെയ്തതെന്ന് അറിയാമോ? പ്രധാനമന്ത്രി ചെയ്തത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരായിട്ട് ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ നൃപേന്ദ്ര മിശ്ര അടക്കമുള്ള അദ്ദേഹത്തിന്റെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് ഈ അമ്പലം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അതിന് നേതൃത്വം കൊടുത്ത ആൾ അദ്ദേഹമാണ്. അപ്പൊ ഇതിനകത്ത് സന്യാസിമാരെ, ഇതിൽ വിശ്വാസികളും സന്യാസിമാരെ പോലുള്ള വലിയ വലിയ ആളുകളുണ്ട്, വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ ഏൽപ്പിക്കുന്നതിന് പകരം BHPയുടെയും RSSന്റെയും ഒക്കെ നേതാക്കന്മാരെ ഇതിന്റെ ചുമതല അതിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ശ്രീ RV ബാബുവിടെ വന്നത് ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. VHP എന്ന് പറയുന്നത് അങ്ങയുടെ നേതാവ് കൂടിയാണല്ലോ ഈ ചമ്പത്രായി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ആദ്യം പുറത്താക്കണമെന്നേ. ഈ ട്രസ്റ്റ് തന്നെ, ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ ട്രസ്റ്റ് തന്നെ പിരിച്ചുവിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഡയറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്വകാര്യ ട്രസ്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ട്രസ്റ്റ് ആകരുത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആദ്യം പുറത്താക്കണം. നാഷണൽ ഹെറാൾഡ് കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന അതൊക്കെ നിങ്ങൾ കുറെ കാലമായിട്ട് ശ്രീ RV ബാബു നിങ്ങൾ കുറെ കാലമായിട്ട് അദ്ദേഹത്തെ അകത്താക്കാൻ അദ്ദേഹത്തിന്റെ ഒന്ന് തൊടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അല്ലേ? ഇല്ലേ? അല്ലല്ല, വസ്തുതയൊന്നും അല്ല. അത് ഞാൻ പറയട്ടെ. ഇതിനകത്ത് നിങ്ങൾ പറയുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയെ അകത്താക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ച് നടക്കാതെ അദ്ദേഹത്തെ സുഖമായിട്ട് രാജ്യത്ത് നടക്കുന്നത്. നിങ്ങളല്ലേ ഭരിക്കുന്നത്? 10-12 കൊല്ലമായിട്ട് നിങ്ങൾ ഭരിക്കുന്നില്ലേ? എന്താ അകത്താക്കുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളതല്ലാതെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു തരത്തിലും അദ്ദേഹം പറഞ്ഞ ഏത് കാര്യമാണ് സത്യം അല്ലാതുള്ളത്? അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള അതുകൊണ്ട് ജനങ്ങൾ 0 സീറ്റ് പല സംസ്ഥാനങ്ങളിലും കൊടുത്തതുകൊണ്ട് രണ്ട് സ്ഥലത്ത് നിങ്ങൾ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഇടപെട്ടുകൊണ്ടേയിരിക്കും. കാര്യം അറിയോ, ഈ സത്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞതിനെ അദ്ദേഹം ഒന്ന് കുത്തി നോവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളൊക്കെ പോലുള്ള ആളുകളൊക്കെ ഈ രാമക്ഷേത്രം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചതാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ശ്രമിച്ചുകൊണ്ടാണ് ഈ രാമക്ഷേത്രം ഇവിടെ വന്നത്. സാറേ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആരും ഇതിന്റെ അട്ടിപ്പേർ ഹിന്ദു സമൂഹത്തിന്റെ അട്ടിപ്പേർ എടുക്കേണ്ട കണ്ടില്ലേ? സംഘികൾ കട്ടപ്പോഴത്തേക്ക് അണ്ണം വന്നുകൊണ്ട് കൊണ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇതാണ് സംഘികളുടെ ക്വാളിറ്റി. സത്യത്തിൽ ഇപ്പം ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്ക് ഈ അയോധ്യയിലെ തട്ടിപ്പുമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു കണക്ക് പുറത്തു വന്നിട്ട്, കാരണം സംഘപരിവാർ RSSന്റെ മെയിൻ ആളുകളാണ് ഇതിന്റെ സംഘടനാ തലപ്പത്തൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൊടുത്തിട്ടുള്ള, അവർ വിശ്വസിച്ച് കൊടുത്തിട്ടുള്ള ആ പണമൊക്കെ ലവന്മാർ അങ്ങോട്ട് അപഹരിച്ചെടുത്തിട്ടുണ്ട്. പണമൊക്കെ ലവന്മാർ അങ്ങോട്ട് അടിച്ചുകൊണ്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യയിൽ സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത്, നമ്മളൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഇവർ ഇത്രയും കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൊ RV ബാബു വന്നിരുന്നോണ്ട് ന്യായീകരിക്കുമ്പോഴത്തേക്ക് ഇനിയും ഉണരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചേച്ചിയും കൂടെയൊക്കെ ഒന്ന് വിളിച്ചുണർത്തിയിട്ട് ഇങ്ങനൊരു സംഭവം നടന്ന് എന്നെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും